അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ വീണ്ടും വന്നു. എന്താണെന്നല്ലേ, ഇന്നത്തെ ഒരു വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഇന്നത്തെ ഈ സമൂഹത്തിൽ ഒത്തിരി സ്ത്രീകളിലെ ഒന്നില്ലെങ്കിൽ ഒളിച്ചോടിപ്പോക്ക്, അല്ലെങ്കിൽ വിവാഹമോചനം, ഇത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? പരസ്പരം വിശ്വാസമില്ലായ്മ. ഒരു ഭാര്യയുടെ നല്ലൊരു ഡയറിയാകാൻ ഒരു ഭർത്താവിന് കഴിയുമെങ്കിൽ, ഒരു ഭർത്താവിൻ്റെ നല്ലൊരു ഡയറിയാകാൻ ഒരു ഭാര്യയ്ക്ക് കഴിയുമെങ്കിൽ, ഒരു പേനയുടെയും ഒരു പുസ്തകത്തിൻ്റെയും ഒരു സമയ നഷ്ടത്തിൻ്റെയും ആവശ്യകതയില്ല. ഒരു ഒളിച്ചോടി പോക്കിൻ്റെ ആവശ്യമില്ല. ഒരു തീർക്കലിൻ്റെ ആവശ്യകതയേ ഇല്ല. അതിന് വേണ്ടത് പരസ്പരം വിശ്വസിക്കുക, പരസ്പരം കുറച്ച് സമയം, ഒരു ദിവസം ഒരു അരമണിക്കൂർ സമയം കണ്ടെത്തി പരസ്പരം സംസാരിക്കുക, മനസ്സ് തുറന്ന് സംസാരിക്കുക. ഒരു 5 മിനിറ്റ് കാണാതായാൽ പോലും മനസ്സിലൊരു പെടച്ചിലുണ്ടാവും. അങ്ങനെ ഒരു ലൈഫ് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ പരസ്പര വിശ്വാസവും പരസ്പരം ഒരു ധാരണ ഉണ്ടായിരിക്കണം. എന്നെന്ന് പറഞ്ഞാൽ വിവാഹം കഴിക്കാൻ വന്ന സമയത്ത്, ആലോചനയായിട്ട് വന്ന സമയത്ത് ഞാൻ പറഞ്ഞത്, ഒരു ഭർത്താവ് എന്നതിലുപരി നല്ലൊരു സുഹൃത്തായിരിക്കാൻ മരണം വരെ കഴിയുമെങ്കിൽ മാത്രം എന്നെ കല്യാണം കഴിച്ചാൽ മതി എന്നായിരുന്നു. പക്ഷെ അദ്ദേഹം അത് അംഗീകരിക്കുകയും ഇപ്പോൾ ഞങ്ങൾ നല്ല ഫ്രണ്ട്സായിട്ട് ഇരിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഷെയർ ചെയ്യും. അതുപോലെ വിശ്വാസം, അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യത്തിലും കൈ കടത്താൻ നിൽക്കില്ല. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള സ്വാതന്ത്ര്യം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ എനിക്ക് എൻ്റെതായിട്ടുള്ളൊരു സ്വാതന്ത്ര്യം അദ്ദേഹം തന്നിട്ടുണ്ട്. അത് പറഞ്ഞാൽ തെറ്റിലേക്ക് പോകണമല്ല കേട്ടോ ഉദ്ദേശിച്ചത്. ഒരു സ്വാതന്ത്ര്യം, ഒരു സ്ത്രീക്ക് കിട്ടേണ്ടതായിട്ടുള്ള സ്വാതന്ത്ര്യം, സ്നേഹം, അതൊക്കെ മനസ്സിലാവുണ്ടോ? അപ്പോൾ ഒരു ഭർത്താവിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് ട്യൂൺ ചെയ്യാൻ ഒരു ഭാര്യയ്ക്ക് കഴിയണം. അതുപോലെ ഭാര്യയെ കുറ്റപ്പെടുത്തുന്ന ഭർത്താക്കന്മാരുണ്ടെങ്കിൽ കുറ്റപ്പെടുത്താതിരിക്കുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു കറി വെച്ചു, ചിലപ്പോൾ അതിൽ കുറച്ച് ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ അത് മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് അവരെ അപമാനിക്കാൻ പാടില്ല. അവരെയും മനസ്സിലാക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കിക്കൊണ്ട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും തിരിച്ചറിഞ്ഞുകൊണ്ട് നല്ലൊരു ലൈഫ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. തീർച്ചയായും കഴിയും. നമുക്കൊക്കെ ഈ ലോകത്ത് ഒരു ലൈഫേ ഉള്ളൂ. എന്തിനാ വെറുതെ വഴക്കടിച്ചിട്ട്? ഉള്ള സമയത്ത് ഹാപ്പി ആയിട്ടിരിക്കുക, നല്ലൊരു ലൈഫ് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ലൈഫ് ഉണ്ടാവട്ടെ എന്ന് ഹൃദയം നിറഞ്ഞ് ആശംസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബായ്.